അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. നമ്മളിപ്പോൾ പഠിച്ച കാര്യത്തിൻ്റെ കണ്ടിന്യൂവേഷൻ തന്നെ. ഫൈൻഡ് ദി വാല്യൂ ഓഫ് ഫോളോയിങ്. താഴെ തന്നിരിക്കുന്നതിൻ്റെ വാല്യൂ കണ്ടെത്തുക എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രിൻസിപ്പൽ വാല്യൂ ആണ് അവർ ഉദ്ദേശിക്കുന്നത്. എ ക്വസ്റ്റ്യൻ ആയിട്ട് ടാൻ ഇൻവേഴ്സ് 1 പ്ലസ് കോസ് ഇൻവേഴ്സ് -1/2 പ്ലസ് സൈൻ ഇൻവേഴ്സ് -1/2. ബി ക്വസ്റ്റ്യൻ ആയിട്ട് കോസ് ഇൻവേഴ്സ് 1/2 പ്ലസ് 2 ഇൻറ്റു സൈൻ ഇൻവേഴ്സ് 1/2. അപ്പോൾ അതിൽ ഞാൻ എ ക്വസ്റ്റ്യൻ്റെ ആൻസർ ആദ്യം ഒന്ന് ചെയ്യാം. എ ക്വസ്റ്റ്യൻ നമുക്ക് ആദ്യം ചെയ്യാം. അപ്പോൾ ഇതിൽ ഓരോരുത്തരുടെ ആയിട്ട് വില കണ്ടുപിടിക്കാം. അപ്പോൾ ഫസ്റ്റ് ടാൻ ഇൻവേഴ്സ് 1ൻ്റെ ആൻസർ കണ്ടുപിടിക്കാം. അപ്പോൾ ഇത് പോസിറ്റീവാണ്, സിമ്പിളാണ്. ടാൻ ഇൻവേഴ്സ് 1 എന്ന് പറയുമ്പോൾ ടാനിന് ഏത് ആംഗിൾ കൊടുത്താലാണ് ഉത്തരം 1 കിട്ടുക നമ്മൾ മനസ്സിലാലോചിച്ചാൽ മതി. ടാനിന് 45 ഡിഗ്രി കൊടുക്കുമ്പോഴാണ് നമുക്ക് ഉത്തരം 1 കിട്ടുക. ഓക്കെ, അപ്പോൾ ടാൻ ഇൻവേഴ്സ് 1ൻ്റെ ആൻസർ 45 ഡിഗ്രി, അതിന് നമുക്ക് റേഡിയനിലാണ് പറയുക. അപ്പോൾ π/4 റേഡിയൻ. അപ്പോൾ ടാൻ ഇൻവേഴ്സ് 1ൻ്റെ ആൻസർ π/4 റേഡിയൻ. ഇതുപോലെ കോസ് ഇൻവേഴ്സ് -1/2ൻ്റെ ആൻസർ അടുത്തത് കണ്ടുപിടിക്കാം. അപ്പോൾ കോസ് ഇൻവേഴ്സ് -1/2. അപ്പോൾ അതിൽ നമ്മൾ കോസ് ഇൻവേഴ്സ് -1/2ൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനായിട്ടുള്ള ഐഡിയ, നമ്മൾ ആദ്യം തന്നെ കോസ് ഇൻവേഴ്സ് വെറും 1/2ൻ്റെ വില കണ്ടുപിടിക്കുക. അപ്പോൾ വെറും 1/2 എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു കോസ് ഇൻവേഴ്സ് 1/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസിന് ഏത് ആംഗിൾ കൊടുത്താലാണ് 1/2 ഉത്തരമായിട്ട് കിട്ടുക. 60 ഡിഗ്രിയാണ്, അഥവാ π/3 റേഡിയനാണ്. കോസ് 60 ആണ്, 1/2, അതായത് കോസ് π/3 ആണ് 1/2. സോ കോസ് ഇൻവേഴ്സ് 1/2 എന്ന് പറഞ്ഞ ആൻസർ π/3. അങ്ങനെയാണെങ്കിൽ കോസ് ഇൻവേഴ്സ് -1/2ൻ്റെ ആൻസർ കാണാൻ ഞാൻ നേരത്തെ പറഞ്ഞതാണ്. എങ്ങനെ കോസ് ഇൻവേഴ്സിന് നെഗറ്റീവ് വന്നാൽ നമുക്ക് സെക്കൻഡ് ക്വാഡ്രൻറ്റിലെ ആംഗിളാണ് വേണ്ടത്. അപ്പോൾ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് സെക്കൻഡ് ക്വാഡ്രൻറ്റിലുള്ള ആളെ കണ്ടുപിടിക്കണം. അപ്പോൾ ഫസ്റ്റിൽ ആൽഫയാണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് സെക്കൻഡ് ക്വാഡ്രൻറ്റിലുള്ളത് π-α. അപ്പോൾ ഇവിടെ π-π/3. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഒന്ന് ക്രോസ് ചെയ്യുക. അപ്പോൾ ഇവിടെ π/3 3π, -1 × π 1π അല്ലെങ്കിൽ π/3, അതായത് 2π/3 എന്ന് കിട്ടും. ഇതാണ് കോസ് ഇൻവേഴ്സ് -1/2ൻ്റെ പ്രിൻസിപ്പൽ വാല്യൂ. ഇനി ഇതുപോലെ നമുക്ക് മൂന്നാമത്തെ ആളുടെ കണ്ടുപിടിക്കാം, സൈൻ ഇൻവേഴ്സ് -1/2. അപ്പോൾ സൈൻ ഇൻവേഴ്സ് -1/2 ആണ് ഇനി നമുക്ക് വേണ്ടത്. അപ്പോൾ ഇവിടെയും മൈനസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ മൈനസ് ഇല്ല എന്ന് വിചാരിക്കുക ആദ്യം. അപ്പോൾ സൈൻ ഇൻവേഴ്സ് വെറും 1/2 എടുക്കുക. വെറും 1/2ൻ്റെ സൈനിന് ഏത് ആംഗിൾ കൊടുത്താലും 1/2 ഉത്തരം കിട്ടുകയെന്ന് ആലോചിക്കുക. സൈനിന് 30 ഡിഗ്രി അഥവാ π/6 റേഡിയൻ കൊടുത്താലാണ് 1/2 ഉത്തരം കിട്ടുക. സോ സൈൻ ഇൻവേഴ്സ് 1/2 ഈക്വൽ ടു π/6. നമുക്ക് വേണ്ടത് സൈൻ ഇൻവേഴ്സ് -1/2 ആണ്. അപ്പോൾ സൈൻ ഇൻവേഴ്സിൻ്റെ പ്രിൻസിപ്പൽ വാല്യൂ പറഞ്ഞാൽ ഫസ്റ്റ് ആൻഡ് ഫോർത്ത് ക്വാഡ്രൻ്റ് ആണ്. സോ ഇവിടെ നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ ഫോർത്ത് ക്വാഡ്രൻറ്റിലെ വാല്യൂ ആണ് വേണ്ടത്. അപ്പോൾ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഫോർത്തിലെ വാല്യൂ പറഞ്ഞാൽ ഇതിൻ്റെ ഫ്രണ്ടിലൊരു മൈനസ് ചേർത്താൽ മതി. അപ്പോൾ നമുക്ക് -π/6 എന്ന് എഴുതാം. ഇതാണ് സൈൻ ഇൻവേഴ്സ് -1/2ൻ്റെ ആൻസർ. ഇപ്പോൾ നോക്കിയേ, ഇവിടെയുള്ള 3 പേരുടെ ആൻസർ നമുക്ക് കിട്ടി. ഇനി നമുക്ക് ഇതിൻ്റെ ഫൈനൽ ആൻസർ എത്തിക്കാനായിട്ട് therefore മുകളിൽ എഴുതാം ടാൻ ഇൻവേഴ്സ് 1 പ്ലസ് സൈൻ ഇൻവേഴ്സ് അല്ല കോസ് ഇൻവേഴ്സ് -1/2 പ്ലസ് സൈൻ ഇൻവേഴ്സ് -1/2 ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് 1ൻ്റെ ആൻസർ ആദ്യം എഴുതാം. നമ്മൾ ആദ്യം കണ്ടുപിടിച്ചു π/4 പ്ലസ് കോസ് ഇൻവേഴ്സ് -1/2ൻ്റെ ആൻസർ ഇതേ കിടക്കണു 2π/3. സൈൻ ഇൻവേഴ്സ് -1/2ൻ്റെ ആൻസർ നമ്മൾ കണ്ടുപിടിച്ചത് -π/6. എല്ലാ ആൻസറുകളും ഓക്കെയാണ്. ഇനി ഇതൊക്കെ കൂടി ഒരുമിച്ച് ചെയ്യുക. അപ്പോൾ അതിനുള്ള എളുപ്പവഴി എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഡിനോമിനേറ്റർ 4 3 6. അപ്പോൾ ഈ 4 3 6 എന്ന് പറഞ്ഞാൽ അതിൻ്റെ LCM എടുക്കുക. അതായത് ഇപ്പോൾ 4ൻ്റെ മൾട്ടിപ്പിൾസ് എന്ന് പറഞ്ഞാൽ 4 8 12 16. 3യുടെ മൾട്ടിപ്പിൾസ് 3 6 9 12 15. 6ൻ്റെ 6 12 18. ഇതിലൊക്കെ കോമൺ ആയിട്ട് വരുന്നത് 12 ആണ്. അപ്പോൾ എല്ലാത്തിൻ്റെയും ഡിനോമിനേറ്റർ 12 ആക്കുക. അപ്പോൾ ഇവിടെ ഡിനോമിനേറ്റർ 12 ആക്കാൻ ഒരു 3 കൊണ്ട്
മുകളിലും താഴെയും മൾട്ടിപ്ലൈ ചെയ്യുക. ഇവിടെ 12 ആക്കാൻ ഒരു 4 കൊണ്ട് മുകളിലും താഴെയും മൾട്ടിപ്ലൈ ചെയ്യുക. ഇവിടെ 12 ആക്കാൻ ഒരു 2 കൊണ്ട് മുകളിലും താഴെയും മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് 3π/12 പ്ലസ് 8π/12 മൈനസ് 2π/12 എന്ന് കിട്ടും. ഇപ്പോൾ ഡിനോമിനേറ്റർ ഒക്കെ സെയിം ആയില്ലേ? ഇനി നേരെ നമുക്ക് ഡിനോമിനേറ്റർ സെയിം ആണെങ്കിൽ മുകളിലുള്ളത് നേരെ കൂട്ടാം. അപ്പോൾ 3π + 8π മൈനസ് 2π ഓൾ ഡിവൈഡഡ് ബൈ 12 എന്ന് എഴുതാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ 9π/12. മുകളിലും താഴെയും ഇത് കണ്ട 9/12 ചെറുതാക്കാമല്ലോ. 3 കൊണ്ട് വെട്ടി ചെറുതാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഫൈനൽ ആൻസർ 3π/4 എന്ന് കിട്ടും. അപ്പോൾ ഇതാണ് നമ്മളോട് ചോദിച്ച എ ക്വസ്റ്റ്യൻ്റെ വാല്യൂ. ഓക്കെ, ഇതാണ് ഈ ഒരു 3 പേരുടെയും കൂടെ സമ്മിൻ്റെ വാല്യൂ 3π/4. അപ്പോൾ ഇതാണ് എ ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഇനി നമുക്ക് അടുത്തത് ബി ക്വസ്റ്റ്യനിലേക്ക് ഒന്ന് പോവാം. അപ്പോൾ ഇനി ബി ക്വസ്റ്റ്യൻ്റെ ആൻസർ നോക്കാം. ഇവിടെ കോസ് ഇൻവേഴ്സ് 1/2. കോസ് ഇൻവേഴ്സ് 1/2ൻ്റെ ആൻസർ നമുക്കറിയാം, പോസിറ്റീവാണ്, സിമ്പിളാണ്, ഒറ്റയടിക്ക് ഉത്തരം പറയാം. കോസിന് ഏത് ആംഗിൾ കൊടുത്താലും 1/2 ഉത്തരം കിട്ടുക. നമുക്കറിയാവുന്നതാണ് 60 ഡിഗ്രി അഥവാ π/3 റേഡിയൻ. ഒറ്റയടിക്ക് അത് കഴിഞ്ഞു. ഇനി സൈൻ ഇൻവേഴ്സ് 1/2. സൈൻ ഇൻവേഴ്സ് 1/2 നമുക്കറിയാവുന്നതാണ്. സൈനിന് ഏത് ആംഗിൾ കൊടുത്താലാണ് ഉത്തരം 1/2 കിട്ടുക? സൈൻ 30 ഡിഗ്രി അഥവാ π/6. അപ്പോൾ ഇവരുടെ 2 പേരുടെയും വാല്യൂസ് നമുക്ക് കിട്ടി. ഇനി നേരെ ഈക്വേഷൻ്റെ കൊണ്ട് കൊടുക്കുക. ദാറ്റ് ഈസ് കോസ് ഇൻവേഴ്സ് 1/2 പ്ലസ് 2 ഇൻറ്റു സൈൻ ഇൻവേഴ്സ് 1/2 ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് 1/2ൻ്റെ ആൻസർ π/3 പ്ലസ് 2 അങ്ങനെ തന്നെ എഴുതി ഇൻറ്റു സൈൻ ഇൻവേഴ്സ് 1/2ൻ്റെ ആൻസർ π/6. അപ്പോൾ നോക്കിയേ, ഈ 2ഉം ഈ 6ഉം ക്യാൻസൽ ചെയ്തു, ഇവിടെ 3 ആയി. അപ്പോൾ π/3 പ്ലസ് π/3 കൂട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ 2π/3. ഇതാണ് ഈ പറഞ്ഞതിൻ്റെ വാല്യൂ. ഓക്കെ, ഈ കോസ് ഇൻവേഴ്സ് 1/2 പ്ലസ് 2 സൈൻ ഇൻവേഴ്സ് 1/2ൻ്റെ വാല്യൂ ഇങ്ങനെയാണ് വരിക. ഓക്കെ, നമുക്ക് അടുത്ത ഒരു 2 മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കാം. സിമ്പിളായിട്ടുള്ള 2 ചോദ്യങ്ങളാണ്. ഒന്ന്, ഇഫ് സൈൻ ഇൻവേഴ്സ് x ഈക്വൽ ടു y, ദെൻ ഈ തന്നിരിക്കുന്ന 4 ഓപ്ഷനിൽ ഏതാണ് കറക്റ്റ്? അതായത് സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഉത്തരമാണ് y. അങ്ങനെയാണെങ്കിൽ ഇതിൽ ഏതാണ് കറക്റ്റ്? നമ്മൾ പഠിച്ചേക്കണ അനുസരിച്ച് സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെ പ്രിൻസിപ്പിൾ വാല്യൂ എന്ന് പറയുന്നത് -π/2 to π/2 ആണ്. അപ്പോൾ ഇവിടെ സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഉത്തരമാണ് y. അപ്പോൾ y എന്ന് പറഞ്ഞാൽ സൈൻ ഇൻവേഴ്സ് എക്സ് ആണ്. അപ്പോൾ ഈ വൈയുടെ വാല്യൂ -π/2നും π/2നും ഇടയിലായിരിക്കും കിടക്കുക. അപ്പോൾ ഇവിടുത്തെ കറക്റ്റ് ആൻസർ ബി ആണ്. ഓപ്ഷൻ ബി ഈസ് ദി റൈറ്റ് ആൻസർ. സിമ്പിൾ, ജസ്റ്റ് സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെ പ്രിൻസിപ്പിൾ വാല്യൂ അറിയാവുന്ന എല്ലാവർക്കും ഉത്തരം എഴുതാൻ പറ്റുന്ന ഒരു ഈസി ക്വസ്റ്റ്യൻ. ഓക്കെ, ഇനി അടുത്തത് ടാൻ ഇൻവേഴ്സ് √3 മൈനസ് സീക്ക് ഇൻവേഴ്സ് -2 ഈസ് ഈക്വൽ ടു, ഇതിൻ്റെ വാല്യൂ എത്രയാണെന്ന് ചോദിച്ചേക്കണം. ടാൻ ഇൻവേഴ്സ് √3 മൈനസ് സീക്ക് ഇൻവേഴ്സ് -2ൻ്റെ വാല്യൂ എത്രയാണ്? അപ്പോൾ നമുക്കതൊന്ന് ചെയ്ത് നോക്കാം. ആദ്യം തന്നെ ടാൻ ഇൻവേഴ്സ് √3. ടാൻ ഇൻവേഴ്സ് √3 നമുക്കൊരു പ്രയാസവും ഇല്ല. അതായത് ഇപ്പോൾ സൈൻ ഇൻവേഴ്സ് ആയാലും കോസ് ഇൻവേഴ്സ് ആയാലും ടാൻ ഇൻവേഴ്സ് ആയാലും ഈവൻ സീക്കോ കോട്ടോ ഒക്കെ ആണെങ്കിലും ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ, അതായത് ഇവിടെ പോസിറ്റീവ് വാല്യൂ ആണ് കിടക്കണമെങ്കിൽ നമുക്ക് സിമ്പിളാണ്. ഇപ്പോൾ ടാൻ ഇൻവേഴ്സ് √3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാനിന് ഏത് ആംഗിൾ കൊടുക്കുമ്പോഴാണ് ഉത്തരം √3 കിട്ടുക, അല്ലെങ്കിൽ ടാൻ x ഈക്വൽ ടു √3 എപ്പോഴാണ് വരിക? നമുക്കറിയാവുന്നതാണ് 60 ഡിഗ്രിയിലാണ്. സോ ടാൻ ഇൻവേഴ്സ് √3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 60 ഡിഗ്രി അഥവാ π/3 റേഡിയൻ. π/3. ഇങ്ങനെ സീക്ക് ഇൻവേഴ്സ് -2 എത്രയാണെന്ന് നോക്കാം. സീക്ക് ഇൻവേഴ്സ് -2. അപ്പോൾ ഇവിടെ സീക്കാണ്. സീക്ക് എന്ന് പറഞ്ഞാൽ 1/cos ആണ്. അപ്പോൾ ഈ സീക്ക് ഇൻവേഴ്സ് -2നെ നമുക്ക് ഒറ്റയടിക്ക് കോസ് ഇൻവേഴ്സ് ഇതിൻ്റെ റെസിപ്രോക്കൽ -2 എന്ന് പറഞ്ഞാൽ -2/1 എന്ന അർത്ഥം. അപ്പോൾ അതിൻ്റെ റെസിപ്രോക്കൽ എടുത്തു കഴിഞ്ഞാൽ -1/2. കോസ് ഇൻവേഴ്സ് -1/2. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് സൈഡിൽ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുകയാണെങ്കിൽ കോസ് ഇൻവേഴ്സ് വെറും 1/2 എത്രയാണെന്ന് നോക്കുക. വെറും 1/2 എന്ന് പറഞ്ഞാൽ കോസിന് ഏത് ആംഗിൾ കൊടുത്താലും ഉത്തരം 1/2 കിട്ടുക. 60 ഡിഗ്രിയാണ്. ദാറ്റ് ഈസ് π/3 ആണ്.
അപ്പോൾ കോസ് ഇൻവേഴ്സ് -1/2 എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇപ്പോൾ കോസ് ഇൻവേഴ്സിൻ്റെ പ്രിൻസിപ്പൽ വാല്യൂ പറഞ്ഞാൽ ഫസ്റ്റ് സെക്കൻഡും ക്വാഡ്രൻ്റ് ആണ്. ഇവിടെ പോസിറ്റീവ് വന്നാൽ ഫസ്റ്റ് ക്വാഡ്രൻറ്റിലെ വില എടുക്കും, നെഗറ്റീവ് വന്നാൽ സെക്കൻഡിലെ വില എടുക്കും. അപ്പോൾ ഇതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള സെക്കൻഡിലെ വില എന്ന് വെച്ച് കഴിഞ്ഞാൽ π-π/3. അപ്പോൾ പൈയുടെ താഴെ ഒരു ഒന്നുണ്ടെന്ന് വിചാരിച്ചു, ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2π/3 എന്നാണ് കിട്ടുക. അതായത് കോസ് ഇൻവേഴ്സ് -1/2ൻ്റെ ഉത്തരം 2π/3 എന്ന് കിട്ടി. ഇനി നമുക്ക് ഈ ചോദ്യത്തിലെ ഉത്തരത്തിലേക്ക് ഒന്ന് പോവാം. ടാൻ ഇൻവേഴ്സ് √3യുടെ ആൻസർ വെറും π/3 മൈനസ് സീക്ക് ഇൻവേഴ്സ് -2ൻ്റെ ആൻസർ 2π/3. ഇപ്പോൾ ഡിനോമിനേറ്റർ സെയിം ആണ്. ഇത് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ π-2π/3. അപ്പോൾ π-2π എന്ന് പറഞ്ഞാൽ ഒരു പൈന്ന് 2 പൈ കുറയ്ക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ -π/3. ഇതാണ് ഈ തന്ന ചോദ്യത്തിൻ്റെ കറക്റ്റ് വാല്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഏത് ഓപ്ഷനാണ് കറക്റ്റ്? ഇവിടെയും ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. therefore ഓപ്ഷൻ ബി ഈസ് കറക്റ്റ്. ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ. ഓക്കെ.